ആയുധങ്ങൾ കാലി ചൈനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി US. ലോക പോലീസ് എന്നാണല്ലോ അമേരിക്ക അറിയപ്പെടുന്നത്. എന്നാൽ ഈ അമേരിക്ക പോലും ചൈനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തും എന്ന് പറഞ്ഞാലോ? അതെ, പ്രതിരോധ മേഖലയിലും മറ്റും ശരിക്കും ചൈന അമേരിക്കയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തവും വലുതുമായ സൈന്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണുമടച്ച് നമ്മൾ എല്ലാവരും പറയും അത് US തന്നെയാണെന്ന്. ഈ US നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ചൈന വേണമെന്ന് പറഞ്ഞാൽ കൗതുകം തോന്നുമല്ലേ? ഇത്തരത്തിൽ ചൈന US നിലനിൽപ്പിൽ കാര്യമായി സ്വാധീനിക്കുമെന്നിരിക്കെ പെട്ടെന്നൊരു ദിവസം ചൈനയുടെ സഹായം നിലച്ചാൽ US ഗതി എന്തായിരിക്കും? ഇതെന്തൊക്കെ മേഖലയിൽ US അടിപതറാൻ ഇടയാക്കും? ഇതിനെ ചെറുക്കാൻ US ലോകരാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വരുമോ? നോക്കാം വിശദമായി. ഞാൻ ആതിര. അമേരിക്കയ്ക്ക് ആയുധമുണ്ടാക്കണമെങ്കിൽ ബദ്ധവൈരി എന്ന് പുറമേക്ക് പറയുന്ന ചൈനയുടെ സഹായം കൂടിയേ തീരുവെന്നാണ് സത്യം. US ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ബഹിരാകാശ പദ്ധതികൾ തുടങ്ങി പല നിർണായക മേഖലകളിലും ചൈന പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. US ആസ്ഥാനമായ ഗോവിനി എന്ന പ്രതിരോധ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിന്റെ ആണ് പഠന റിപ്പോർട്ട്. US മിസൈൽ പദ്ധതികളിൽ പോലും ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ഗോവിനി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കമ്പനി പുറത്തിറക്കിയ 2025 നാഷണൽ സെക്യൂരിറ്റി സ്കോർ ബോർഡ് എന്ന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. വ്യോമയാനം, നാവിക മേഖല, സൈന്യത്തിന്റെയും സിവിൽ വ്യോമനാവിക ഗതാഗതങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, ആണവ മേഖല, മിസൈൽ പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ നിർണായകമായ മേഖലകളിലെല്ലാം ചൈനീസ് സാന്നിധ്യമുണ്ട്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ 11.1% ചൈനീസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് കമ്പനികൾ നിർമ്മിക്കുന്ന ഘടകങ്ങൾ ഇവയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. മാത്രമല്ല, ചൈനീസ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള അപൂർവ ധാതുക്കളും എത്തുന്നത്. ആണവ മേഖലയിലാകട്ടെ ഇത് 7.8%. ലോകത്ത് മറ്റൊരു രാജ്യത്തും ആണവ മേഖലയിൽ ഇത്രയധികം ചൈനീസ് ആശ്രിതത്വമല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിരോധ മേഖലയിൽ നിന്നും ചൈനയെ പൂർണ്ണമായും ഒഴിവാക്കുക അസാധ്യമാണ് എന്നാണ് ഗോവിനിയുടെ CEO താര മർഫി ഡൊറോത്തി പറയുന്നത്. കാരണം ഇത്തരം മേഖലകളിലെല്ലാം ചൈനീസ് വിതരണ ശൃംഖലയാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഏതാണ് നിർണായകം എന്നത് കണ്ടെത്തി വേർതിരിച്ച് ആശ്രിതത്വം കുറയ്ക്കുകയാണ് വേണ്ടതെന്നും ഇവർ പറയുന്നുണ്ട്. US മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവേണ്ട സകല സാങ്കേതിക വിദ്യകൾക്കും വേണ്ട അപൂർവ ധാതുക്കളാണ് ആന്റിമണി, ഗാലിയം, ജെർമേനിയം, ടെലൂറിയം, ടങ്സ്റ്റൺ തുടങ്ങിയവ. എന്നാൽ ഈ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയാണ് ആഗോള ശക്തി എന്ന് പറഞ്ഞല്ലോ. ആഗോളതലത്തിൽ ഇവയുടെ ഉൽപാദനം, വിതരണം, വിനിമയം എന്നിവയെല്ലാം ചൈന അറിയാതെയോ അവരുടെ അനുവാദമില്ലാതെയോ നടക്കുകയുമില്ല. ഏതെങ്കിലും കാരണത്താൽ ഇവരുടെ വിതരണം ചൈന നിർത്തിവെക്കുകയാണെങ്കിൽ US 78% ആയുധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാകും. ഇതാണ് നേരത്തെ പറഞ്ഞത് US കാലിയാകും. US ചൈന വ്യാപാര യുദ്ധ സമയത്ത് ചൈന ഈ തുറുപ്പ് ചൂട്ട് പുറത്തെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ ചൈനയും US തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുകയുണ്ടായി.